കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച മാതൃകയിൽ നമ്മുടെ കൗമിലെ കുട്ടിക്ക് വോട്ട് എന്ന UDF പ്രചാരണം നടത്തുന്നുവെന്ന വംശീയ ആരോപണവുമായി LDF വീണ്ടും. പേരാമ്പ്രയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ഫാത്തിമ തെഹ്ലിക്കെതിരായാണ് ഈ പ്രചാരണവുമായി LDF ഇറങ്ങിയിരിക്കുന്നത്. പ്രചാരണത്തിലേർപ്പെട്ട വാഹനത്തിന്റെ വീഡിയോ പകർത്തിയത് സലീൽ ആവളയാണ്. ഈ മണ്ഡലത്തിലെ തന്നെ മറ്റൊരു സ്ഥലത്തും ഇത്തരം ഒരു പ്രചാരണത്തിന്റെ വീഡിയോ വാട്സപ്പ് വഴി ലഭിച്ചിരുന്നതായും സലീൽ ആവള വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിഷയം തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പരാതിയായി എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്. പരാജയ ഭീതിയിൽ LDF നടത്തുന്ന വ്യാജ പ്രചാരണമാണിതെന്ന് UDF ആരോപിക്കുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് കേസ് എവിടെയും എത്താതെ പോവുകയാണ് ഉണ്ടായത്. നീണ്ട കാലത്തെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ കണ്ടെത്തുന്നത്. DYFI പ്രവർത്തകനും അധ്യാപകനുമായ പ്രതിയെ കണ്ടെത്തിയെങ്കിലും ശരിയായ നിയമ നടപടികൾ എടുക്കുകയുണ്ടായില്ല. അതുകൊണ്ടാണ് ഇത്തവണയും അതേ രീതിയിലുള്ള വംശീയ പ്രചാരണവുമായി അവർ ഇറങ്ങിയിരിക്കുന്നത്. TP ചന്ദ്രശേഖരനെ വധിച്ച ശേഷം പ്രതികൾ ഉപയോഗിച്ച കാറിൽ മാഷ അള്ള സ്റ്റിക്കർ പതിച്ചത് വലിയ വിവാദമായിരുന്നു. മാത്രമല്ല, ഈ ഒരു രീതിയിൽ വംശീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം ഫസൽ വധത്തിനു ശേഷവും അവർ നടത്തിയിരുന്നു. എന്തായാലും ഇത്തവണയും വംശീയ കാർഡുകളിയുമായി അവർ വീണ്ടും എത്തിയിരിക്കുന്നു. അതേസമയം തന്നെ ഫാത്തിമ തെഹ്ലിക്കെതിരായ വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങളും നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു. മുമ്പ് കേരള ഇൻസൈറ്റ് ചർച്ച ചെയ്തൊരു വിഷയമാണ് ഗുരുവായൂർ NDA സ്ഥാനാർത്ഥിയായ B ഗോപാലകൃഷ്ണൻ നടത്തിയ വിദ്വേഷ പരാമർശം. അന്തർദേശീയ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിൽ കഴിഞ്ഞ 50 വർഷമായി ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല എന്നതായിരുന്നു ആ പരാമർശം. പ്രസ്തുത വംശീയ പരാമർശത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തമാശ അതല്ല. എന്നിട്ടും ഇപ്പോഴും അതേ അഭിപ്രായം വിളിച്ചു പറയുന്ന ഒരു വലിയ ബോർഡ് പ്രദർശിപ്പിക്കുന്നതിന് B ഗോപാലകൃഷ്ണൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇക്കാലം അത്രയും അവിടെ MLA മാരായ LDF UDF പ്രതിനിധികളുടെ കാലവും പേരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ബോർഡാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിന്റെ പേരിൽ കേസെടുത്തുവോ അക്കാര്യം തന്നെയാണ് ബോർഡ് ഇപ്പോഴും വ്യക്തമാക്കുന്നതും. എന്തായാലും വംശീയ കാർഡ് ഇറക്കി കളിച്ച് കേരളത്തിലും അധികാരം നേടാം എന്ന ആലോചനയിലാണ് NDA. അവർക്കതാവാം. എന്നാൽ പേരാമ്പ്രയിൽ LDF ചെയ്യുന്നത് എന്താണ്? TP രാമകൃഷ്ണനെ പോലൊരു CPM നേതാവിന് എന്തായാലും അത് ഒട്ടും ഭൂഷണമല്ല. അതൊരിക്കലും അവർക്ക് ഗുണം ചെയ്യുകയുമില്ല.